നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു പായസമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യം, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 15 ചക്കക്കുരുവാണ്. തൊലി കളഞ്ഞെടുത്ത 15 ചക്കക്കുരു. പിന്നെ ഞാൻ ഒരു 6-7 എണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത ചക്കക്കുരുവാണ് ഇത്. നമുക്ക് തൊലി കളഞ്ഞ ആ ചക്കക്കുരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ വറുത്തെടുത്ത ചക്കക്കുരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യുക. നല്ലോണം തരിതരിപ്പായി പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിക്കുക, അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടി ഒന്ന് പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിക്കുക. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തണയാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തണഞ്ഞതിന് ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത അതാണിത്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ മിക്സീൻ്റെ ജാറിൽ ആ വറുത്ത ചക്കക്കുരു ഇല്ലേ, അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പായസം കുടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റായി കൊണ്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പിനും പകരമായിട്ട് നമ്മൾ പായസത്തിൽ അണ്ടിപ്പരിപ്പ് ഇടൂലേ, പിന്നീട് അണ്ടിപ്പരിപ്പിൻ്റെ ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടുകയും ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വേണമെങ്കിൽ ഒന്നും കൂടി അടിച്ചെടുക്കുക. പക്ഷേ എനിക്കിത് നല്ല രസമായി തോന്നി. കുടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ആ പാനിൽ നിന്ന് ഇത് 2 എണ്ണം അടിച്ചെടുത്തതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് പായസം വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തേങ്ങേൻ്റെ 2ാം പാലാണ്. ഈ വറുത്തെടുത്ത നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് ഒഴിക്കാം. ഇതിലാണ് പായസം വെക്കുന്നത്. അത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം. പഞ്ചസാര നല്ലോണം അതിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. പിന്നെ തിളപ്പിക്കേണ്ട. ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുണ്ട്. കുടിക്കുന്ന സമയത്ത് ആ ചക്കക്കുരുവിൻ്റെ കഷ്ണം കിട്ടുമ്പം നല്ല രസമുണ്ട്. നമ്മുടെ ചക്കക്കുരു പായസം ഇവിടെ റെഡിയായി.